ഗസയിലെ നരഭോജികളായ കാട്ടാളന്മാരെ അവസാനിപ്പിച്ചിട്ടേ ഹമാസും മടങ്ങൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 വർഷം നീണ്ടു നിൽക്കുമ്പോഴും അതിശക്തമായ പ്രതിരോധമാണ് ഹമാസ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട കാലാൾപ്പട സൈനികരിലെ ഒരു സംഘത്തെ തന്നെയാണ് ഹമാസ് വധിച്ചിരിക്കുന്നത്. ഗസയിലെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ കോട്ടകൊത്തളങ്ങളെ ഒന്നാകെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത്. ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഫീർ ബ്രിഗേഡിയൻ, ഈ ബ്രിഗേഡിയന്റെ 97ാമത്തെ ബറ്റാലിയനാണ് നെറ്റ്സാഹ് യഹൂദ എന്നറിയപ്പെടുന്നത്. ഈ സംഘത്തെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഹമാസ് പോരാളികൾ വകവരുത്തിയിട്ടുള്ളത്. 5 സൈനികരെ വധിച്ചിരിക്കുകയാണ്. 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്രായേൽ തന്നെ സമ്മതിച്ച കണക്കുകളാണ്. അതിനപ്പുറം എത്രയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം വലിയൊരു സംഘമായിരുന്നു ഈ നെറ്റ്സാഹ് യഹൂദ എന്നറിയപ്പെടുന്ന ബറ്റാലിയനിലെ ഒരു സംഘം ഗസയുടെ ഒരു ഭാഗത്തേക്ക് നീങ്ങുന്ന സമയത്താണ് അവിടെ ഓൺ ടൈമിൽ തന്നെ ഗസയിലെ ഹമാസ് പോരാളികൾ അവർക്ക് മുന്നിൽ ബോംബ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കുഴി ബോംബാണോ അതല്ല ദൂരെ നിന്ന് റിമോട്ട് കൺട്രോൾ മുഖേന സ്ഫോടനം നടത്താൻ സാധിക്കുന്ന സംവിധാനമാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ഈ നെറ്റ്സാഹിന്റെ സംഘം ബറ്റാലിയൻ ആ വഴി കടന്നു വരുമ്പോൾ ഒരു സംഘമാണ്, ഒരു കൂട്ടം സൈനികരാണ്. ആ സൈനികർ വരുന്ന സമയത്ത് ആ സ്പോട്ടിലെത്തുമ്പോൾ ഉഗ്ര സ്ഫോടനം ഉണ്ടാവുകയാണ്. ഈ സ്ഫോടനത്തിന് ശേഷം ആ ഭാഗത്തു നിന്നുള്ള ഇസ്രായേൽ സൈനികരുടെ നിലവിളികൾ വരെ ഹമാസ് പോരാളികൾ ഇപ്പോൾ വീഡിയോ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എന്നാൽ അതിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന മറ്റൊരു ഘടകം, ഇതിന്റെ 2ാമത്തെ ഘട്ടം, ഇവിടെ നിലവിൽ പരിക്ക് പറ്റിയതും മരണപ്പെട്ടതുമായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരു സംഘം കടന്നു വരികയാണ്. ആ സംഘം കടന്നു വരുമ്പോൾ ഈ ഇപ്പോൾ നടന്ന സ്ഫോടനത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് മറ്റൊരു സ്ഫോടനം നടക്കുന്നു. ഇവിടെ വളരെ കൃത്യമായതും ആസൂത്രിതവുമായ പദ്ധതിയാണ് എന്ന് ഈ സ്ഫോടനത്തിന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആദ്യത്തെ സ്ഫോടനം ഉണ്ടാകുന്നത് ഈ വഴിയാണ് ഈ സൈനികർ ബറ്റാലിയൻ കടന്നു വരുന്നത്. പക്ഷെ ഇവിടെയാണ് 2ാമത് നടന്ന സ്ഫോടനത്തിന്റെ സ്ഥലമെങ്കിൽ ആദ്യം നടന്നത് ഇവിടെയാണ്, അതായത് കുറച്ചുകൂടെ അപ്പുറത്താണ്. ഈ ഭാഗം കടന്നു വരുമ്പോഴൊന്നും സ്ഫോടനം ഉണ്ടായിട്ടില്ല, ഇവിടെയാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കാരണം ആദ്യം ഇവിടെയാണ് ഉണ്ടായത് എങ്കിൽ ഈ രക്ഷാപ്രവർത്തനമെല്ലാം നടക്കുക ഈ ഭാഗത്ത് തന്നെയാണ്. അതായത് 2ാമത്തെ സ്ഫോടനങ്ങൾക്ക് അവിടെ സാധ്യതയുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്താണ് ആദ്യത്തെ സ്ഫോടനം ഉണ്ടാകുന്നത്. അവിടേക്ക് സൈനികരെത്തുമ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സൈനികരെയാണ് 2ാമത്തെ സ്ഫോടനത്തിലൂടെ അപായപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ 2 ആക്രമണങ്ങളിലായി 5 സൈനികർ മരണപ്പെടുന്നു, ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുന്നു. ഇത് ഒരുപക്ഷെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. പരിക്കേറ്റവരിൽ തന്നെ ഗുരുതരമായ പരിക്കേറ്റ ആളുകളുമുണ്ട് എന്ന് ഇസ്രായേലിന്റെ തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും 2 വർഷം കഴിയുമ്പോൾ ഹമാസ് ഇപ്പോൾ ആക്രമണത്തിന്റെ തലങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രതിരോധത്തിനപ്പുറം നമുക്കറിയാം, 2 ദിവസം മുമ്പാണ് ഇസ്രായേലിന്റെ സൈനികരുടെ ക്യാമ്പിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ചിരുന്നത്. എന്നാൽ സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത്, ഇത്ര വലിയ സൈനിക സംവിധാനമുണ്ട് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സൈനികർ അവർ നിരങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഗസ എന്ന് പറയപ്പെടുന്ന ചെറിയൊരു ഏരിയയിൽ അവിടെയാണ് ഈ ഹമാസിന്റെ പോരാളികൾ ഈ സ്ഫോടനം നടത്തുന്നതിന് അപ്പുറം ഇതെല്ലാം വീഡിയോ പിടിക്കുന്നു. ഇസ്രായേലിന്റെ സൈനികരെ രക്ഷപ്പെടുത്തുന്നതിന്റെ വീഡിയോ, ഹെലികോപ്റ്ററുകൾ വന്ന് അവരെ കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ, അവർ നിലവിളിക്കുന്നതിന്റെ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ എത്ര അടുത്തു നിന്നായിരിക്കണം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. മാത്രമല്ല ഈ സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നതും ആക്രമണങ്ങളൊക്കെ നടത്തുന്നതും അവർ വീഡിയോ സെറ്റ് ചെയ്തുകൊണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇവിടെ ഇസ്രായേലിന്റെ സൈനികർക്ക് നിലനിൽപ്പില്ലെന്ന്, ഞങ്ങൾ അതിശക്തമായ പോരാട്ടം തന്നെ നടത്തുന്നു എന്നത് ലോകത്തെ അറിയിക്കുകയാണ് ഇതിലൂടെ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ ഇസ്രായേലിന്റെ വലതുപക്ഷ മാധ്യമങ്ങൾ മാത്രമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തോട് പറയുക. അങ്ങനെ വരുമ്പോൾ ഈ ഹമാസിന്റെ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഡിഫൻസുകളൊന്നും പുറത്തു വരികയില്ല. അതുകൊണ്ട് തന്നെ അത് ചിത്രീകരിച്ച് വീഡിയോ സംവിധാനങ്ങൾ പോലും ഇപ്പോഴും കൃത്യമായി നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് 2 വർഷം ഇസ്രായേൽ ഗസയിൽ നടത്തിയത്? ആളുകളെ കൊല്ലുക മാത്രമാണോ? പത്രപ്രവർത്തകരെ കൊല്ലുക മാത്രമാണോ? കുട്ടികളെ മാത്രമായി കൊല്ലുകയാണോ? അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക മാത്രമാണോ? അതല്ല ഹമാസിന്റെ പോരാളികൾക്കെതിരെയായിരുന്ന യുദ്ധമെന്ന ചോദ്യചിഹ്നമുണ്ട്. അതല്ല ഇസ്രായേലിന്റെ പുതിയ സംവിധാനങ്ങൾക്കൊന്നും ഹമാസിനെ പരാജയപ്പെടുത്താനോ പിടിക്കാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ കഴിയില്ല എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണോ? ഇങ്ങനെയുള്ള വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്.
എന്തായിരുന്നാലും ആയുധം വെച്ച് കീഴടങ്ങുക എന്നത് ഹമാസിന്റെ അധ്യായത്തിൽ ഇല്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർ ആരംഭഘട്ടത്തിലുള്ള അതേ വീര്യത്തോടുകൂടെ ഇസ്രായേൽ സൈനികർക്കെതിരെ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവരിൽ ഏതെങ്കിലും വിധത്തിൽ ആയുധ ദൗർബല്യമോ അല്ലെങ്കിൽ അവരുടെ ധീരതയ്ക്ക് എന്തെങ്കിലും കുറവോ സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ഇപ്പോഴും അതിശക്തമായി ഗസയിലെ പോരാളികളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ കീഴടങ്ങുമോ എന്ന കാര്യം ആ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് പോലെ ആയുധം വെച്ച് കീഴടങ്ങുമോ, മാത്രമല്ല ഗസ ഇപ്പോൾ അധിനിവേശം നടത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഈ അധിനിവേശം നടത്തണമെങ്കിൽ ഹമാസിന്റെ പിടി അവിടെ ഇല്ലാതാക്കണമല്ലോ. പക്ഷെ അതിൽ ഒന്നും ചെയ്യാൻ ഈ സമയം വരെ ഇസ്രായേലിന് സാധിച്ചില്ല. ഗസയുടെ തെക്ക് മുതൽ വടക്ക് വരെ, പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ ഇപ്പോഴും ഗസയിലെ ഹമാസ് പോരാളികൾ നിയന്ത്രിക്കുന്നുണ്ട്. മുകൾ ഭാഗം ഇസ്രായേൽ നിയന്ത്രിക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈനികർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അടിഭാഗത്ത് നിന്ന് ഹമാസ് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഇസ്രായേലിന്റെ സൈനികരുടെ എണ്ണം കുറയുന്നുണ്ട്. അവരിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നുണ്ട്. ഈ നിലയിൽ എത്ര കാലം ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യം ഇവിടെ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്.